ഹായ് ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ആംപ്ലിഫയറിന്റെ സറൗണ്ടിങ് കണക്ഷൻ എന്നുള്ള സെക്ഷന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ട് ഒരു ആംപ്ലിഫയർ നമുക്ക് എങ്ങനെ സറൗണ്ടിങ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ രണ്ട് പാർട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാലാണ് ഇതിന്റെ ബാക്കിയുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റ് പാർട്ട് ആവാനാണ് സാധ്യത മിക്കുന്നത്. എന്തായാലും ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് അവസാനിക്കും. അപ്പോൾ അവസാനിക്കാനാണ് സാധ്യത. ഉറപ്പ് പറയാൻ പറ്റില്ല എത്രത്തോളം സമയം എടുക്കും എന്നുള്ളത്. നമ്മളെന്താ കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഡയറക്റ്റ് വീഡിയോ പിടിക്കുക, ഇടുക എന്നുള്ള ഒരു ഇത് മാത്രമല്ലോ. അപ്പൊ ഇതില് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാത്രമാണ് കണക്ഷൻ ഉള്ളത്. സബിന്റെ കണക്ഷൻ അവർ കൊടുത്തിട്ടില്ല. ആ കണക്ഷൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ക്യാബിന്റെ മീതെ എഴുതിയിട്ടുള്ള സബിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് അടിയിൽ വരുന്ന പിന്നാണ്. അപ്പൊ അടിയിൽ വരുന്ന പിന്നിന് കണക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ അതൊക്കെ വയർ എടുത്തിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ ഈ കാണുന്ന ഈ കണക്ഷൻ നമുക്ക് ടി വിന്ന് കൊടുക്കാനുള്ള ഇൻപുട്ടാണ്. ടി വിയിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള RCA കണക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ റിലേയുടെ കണക്ഷൻ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരു കണക്ഷൻ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സബിന്റെ ഫിൽറ്ററിന്റെ ഔട്ട് നമ്മൾ ഇതാ ഈ പിന്നിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കണക്ഷനുകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കണക്ഷനുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അതേപോലെ നമ്മൾ USB-ലേക്കുള്ള 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്രൗണ്ട്. അപ്പൊ ഈ USB ബോർഡിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ കറക്റ്റ് ചിലവരെ പിന്ന് കൊടുത്തിട്ട് ചിലവർ കൊടുക്കാറുണ്ട്. പിന്നിന്റെ വയർ തീരെ കേജ് ഇല്ലാത്തതാണ് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് പൊട്ടിപ്പോരാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട്. അപ്പൊ USB ബോർഡ് നമ്മൾ ഇതേപോലെ അതിന്റെ കേസിന്റെ ഉള്ളിൽ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇവിടെയാണ് പിടിപ്പിക്കേണ്ടത്. ഈ ക്യാബിന്റെ ഉള്ളിൽ ഈ കാണുന്ന ഗ്യാപ്പിൽ അതിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു കറക്റ്റ് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ ആ ഗ്യാപ്പ് കൂടെ കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ USB ബോർഡ് ക്ലിയർ ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ബോർഡാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ USB ബോർഡ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ USB ബോർഡ് ഇവിടെ ഒരു കറക്റ്റ് അതിനൊരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ USB ബോർഡ് ക്ലിയർ ആയിട്ട് അതിൽ ഇരിക്കും. അതിന്റെ സോക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ട്. USB ബോർഡ് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിക്കർ പറിച്ചാലാണ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പിന്നും കാര്യങ്ങളൊക്കെ ഓക്സ് കേബിളിന്റെ ഇതൊക്കെ അതിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ USB-യുടെ സോക്കറ്റ്, പവർ സ്വിച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. പവർ സ്വിച്ച് സാധാരണ നമ്മളിപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന കണക്ഷൻ വേറെ എടുത്തിട്ട് ഇതിൽ വേറെ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചു. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കിടക്കുന്ന ഗ്രേ വയർ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത് ഇതിന്റെ റിലേയിലേക്ക് കൊടുക്കാനുള്ള 12 വോൾട്ട് സപ്ലൈ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഉള്ള കണക്ഷനുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഓരോരോ കണക്ഷനുകൾ കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം എങ്ങനെയാണ് നമുക്കത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ കാണുന്നതാണ് RCA കണക്ഷൻ. ഫസ്റ്റത്തെ നമുക്ക് വരുന്നത് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടാണ്. പിന്നെ രണ്ടെണ്ണം വരുന്നത് അടുത്ത രണ്ടെണ്ണം വരുന്നത് റയർ ഔട്ടാണ്. നമുക്ക് സറൗണ്ടിന്റെ ഇൻപുട്ടാണ്, ഔട്ടല്ല ഇൻപുട്ട്. പിന്നെ വരുന്നത് നമുക്ക് സെൻട്രൽ കണക്ഷനാണ്. സബിനുള്ള കണക്ഷൻ ഇല്ല ഇവിടെ. അപ്പൊ നമുക്ക് ഈ കണക്ഷനുകളൊക്കെ വേർതിരിച്ചിട്ട് നമുക്ക് സബിനുള്ള കണക്ഷൻ കൂടി കൊടുക്കണം. അല്ലാച്ചിന് ഒരു വയർ കൂടി എക്സ്ട്രാ നമ്മൾ ഇതിൽ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഒരു വയർ കൂടി എക്സ്ട്രാ സബിനുള്ള വയർ കൂടി കൊടുത്തിട്ട് നമുക്ക് വയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ സ്വിച്ചിലേക്കാണ് നമ്മൾ ഈ 3 കാലുള്ള സ്വിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ സെൻട്രൽ കണക്ഷനിൽ നിന്നാണ് നമ്മളെ 5.1 വർക്കിംഗ് വരുന്നത്. നമ്മളെ ഈ ക്യാബിന്റെ മീതെ എഴുതിയിട്ടുള്ളത് കറക്റ്റ് സെൻട്രൽ DVD എഴുതിയിട്ടുള്ളത് ഈ സെൻട്രൽ അല്ല, ലാസ്റ്റത്തെ കണക്ഷനാണ്. ഈ ലാസ്റ്റ് പിന്നാണ്, ലാസ്റ്റ് ഹോളാണ്. അപ്പൊ ഈ പിന്നാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് 12 വോൾട്ട് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ളതിലാണ് നമ്മൾ കണക്ഷനുകൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നമ്മളെ ടിവിയുടെ കണക്ഷനാണ്. അപ്പൊ നമുക്ക് ആ കണക്ഷൻ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം, സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോണത്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് പിന്നിലാണ് നമ്മൾ ടിവിയുടെ കണക്ഷൻ കൊടുക്കുന്നത്. ഈ കാണുന്നതിലാണ് നമ്മൾ ടിവിയുടെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ടിവിയുടെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ കണക്ഷൻ നമ്മൾ ഈ രണ്ട് പിന്നിന്റെ മീതെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് USB ബോർഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ്. അതിപ്പോ നമ്മൾ ഈ ലാസ്റ്റ് പിന്നിലാണ് നമ്മൾ കൊടുക്കുന്നത്. സെൻട്രലാണ് നമുക്ക് USB-യുടെ സ്വിച്ച് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിലാണ് USB-യുടെ കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ, ലാസ്റ്റ് പിന്നില്. അപ്പൊ ആ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഈ കാണുന്നതാണ്. ഇത് അതിന്റെ ഗ്രൗണ്ടാണ്, USB-യുടെ ഗ്രൗണ്ട് വയറാണ്. അപ്പൊ നമ്മൾ അത് ഈ റിലേയുടെ ഇതിലേക്കാണ് ഇതൊക്കെ കൂടി ഒറ്റ കണക്ഷനിലേക്ക് നമ്മൾ എർത്തിങ് കംപ്ലീറ്റ് ഒറ്റ കണക്ഷൻ ആക്കാണ്, ഗ്രൗണ്ട് വയർ കംപ്ലീറ്റ്. അപ്പോൾ നമ്മളെ ടിവിയുടെ ഇത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ TV, രണ്ടാമത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ USB, മൂന്നാമത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ 5.1 ഔട്ട്പുട്ട്. അങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത്.
ഇതിലൊക്കെ ഈ ടി വിയിലും സറൗണ്ട് വർക്ക് ചെയ്യും, അതുപോലെ USB-യിലും സറൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കുന്നത്. അതിലും സറൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഇതിൽ നമ്മൾ DVD എന്ന് കൊടുക്കുന്ന ഔട്ട്പുട്ടിന് കറക്റ്റ് സറൗണ്ട് ആയിട്ട് 5 ചാനലും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിന് നമ്മൾ റിലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 12 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കാൻ പോണത്. ലാസ്റ്റ് സ്വിച്ചിലേക്ക് 12 വോൾട്ട് സ്വിച്ച് സപ്ലൈ ആണ് കൊടുക്കാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 12 വോൾട്ട് സപ്ലൈ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ആ വയർ. അപ്പൊ നമ്മളത് ഇതിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. പ്ലസ് മൈനസ് നമ്മൾ ഇതിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ പോസിറ്റീവ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. നെഗറ്റീവ് നേരെ ഡയറക്റ്റ് റിലേയിലേക്കാണ് പോകുന്നത്. നെഗറ്റീവ് വയർ ഈ കിടക്കണാണ് ബ്ലാക്ക് വയറാണ്. അപ്പോൾ പോസിറ്റീവ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കണക്ഷനുകൾ കൊടുത്തു. നമുക്ക് ഇനി സറൗണ്ട് ബോർഡിന്റെ കണക്ഷനും ഈ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് റിലേയിലേക്ക് നമുക്ക് കൊടുക്കാം കണക്ഷൻ കറക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഓരോരോ കണക്ഷനുകൾ നോക്കിയിട്ട് നമ്മളെ ഈ ഇതിന്റെ മീതെ ബാക്കിലത്തെ ആ ക്യാബിന്റെ മീതെ ഒട്ടിച്ചിട്ടുള്ള സ്റ്റിക്കറിനനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാനാണ് പോണത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കണക്ഷനുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ കണക്ഷനുകൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. റിലേയിലേക്കാണ് കൊടുക്കാനുള്ളത്. ഫസ്റ്റത്തെ ഈ കാണുന്ന വയറാണ് ലെഫ്റ്റ് റൈറ്റ്, ഈ മഞ്ഞയും പച്ചയും. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഫസ്റ്റ് കാണുന്ന റിലേയിൽ കൊടുത്തു. ഫസ്റ്റത്തെ റിലേയിലാണ് ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി കൊടുക്കാനുള്ളത് റയർ ഔട്ടാണ്. റയറിന്റെ കണക്ഷനാണ്, സറൗണ്ടിന്റെ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ കാണുന്ന രണ്ടെണ്ണാണ് സറൗണ്ടിന്റെ കണക്ഷൻ. അപ്പൊ നമ്മളത് രണ്ടാമത്തെ റിലേയിലാണ് നമ്മൾ സറൗണ്ടിന്റെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ രണ്ടാമത്തെ റിലേയിലേക്ക് നമ്മൾ ആ സ്വിച്ചിങ്ങിന്റെ ഭാഗത്തേക്കാണ് കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു സെക്ഷൻ എപ്പോഴും ഓൺ ആയിട്ട് കിടക്കണതാണ് റിലേയുടെ. അപ്പൊ ഈ ഭാഗം ഓൺ ആയിട്ട് കിടക്കണതാണ്. അപ്പൊ ഈ സ്വിച്ച് ചെയ്യുമ്പോൾ ഇതിലേക്കാണ് കണക്ഷൻ വരിക, ഈ ലാസ്റ്റ് പിന്നിലേക്കാണ് കണക്ഷൻ വരിക. അപ്പൊ അത് കാരണം നമ്മൾ അതാണ് ചെയ്യാൻ പോണത്. അങ്ങനെ അടുത്തത് നമ്മൾ സറൗണ്ടിന്റെ കണക്ഷനാണ് കൊടുക്കുന്നത്. സെൻട്രലത്തെ റിലേയിലാണ് സറൗണ്ടിന്റെ കണക്ഷൻ. അപ്പൊ നമ്മളത് ലാസ്റ്റ് പിന്നിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. അപ്പൊ ലാസ്റ്റ് പിന്നിലേക്ക് നമുക്ക് കൊടുത്തതിന്റെ ശേഷം നമുക്ക് നോക്കാം. അപ്പൊ അത് ആ വയറൂണി സോൾഡർ ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ആ കണക്ഷൻ കൂടി നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ലെഫ്റ്റ് റൈറ്റ് ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെ രണ്ടാമത്തെ കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് സബ് അതേപോലെ സെൻറ്റർ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. അതുകൂടി കൊടുത്തിട്ട് നോക്കാം. അപ്പൊ സബിനുള്ള വയർ നമ്മൾ സെപ്പറേറ്റ് ആയി എടുക്കണം. നമ്മൾ ആ വയർ എടുക്കണം. ഇതിപ്പോ സെൻറ്ററിന്റെ കണക്ഷനാണ്. സബിനുള്ള കണക്ഷൻ ഇൻപുട്ട് അവർ കൊടുത്തിട്ടില്ല, ഇതിലേക്കുള്ള ഇൻപുട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കണക്ഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ സെൻറ്ററിന്റെ കണക്ഷൻ ഇതിലാണ് വരുന്നത്. ഈ സൈഡ് സെൻറ്ററും ഈ സൈഡ് സബാണ് വരുന്നത്. അപ്പൊ നമുക്ക് സെൻറ്ററിലേക്ക് ഈ പിന്നിലേക്ക് കൊടുക്കാം കണക്ഷൻ. അങ്ങനെ നമ്മൾ സെൻറ്ററിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സബ് കണക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഒരു വയർ നമ്മൾ സിംഗിൾ വയർ കൊടുത്തിട്ട് നമ്മൾ അതിന് കൊടുക്കുകയാണ്. ബാക്കിയൊക്കെ നമ്മൾ ലാസ്റ്റ് വയർ ഒതുക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ അല്ലാത്ത കാരണം നമുക്ക് ആദ്യമേ തന്നെ വയറുകൾ ഒതുക്കി ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് കാരണം നമ്മൾ ഉള്ളത് രണ്ടാമതും പൊളിച്ച് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ലാത്ത കാരണമാണ് നമ്മൾ ഉള്ള വയർ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നത്. അപ്പൊ നമുക്കത് ആ കണക്ഷൻ കൂടി കൊടുത്തിട്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റ് വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് വയർ തന്നെയാണ് നമ്മൾ സബിന്റെ ഇവിടെ വൈറ്റും ഗ്രേ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വയർ നമുക്ക് ഈ ലാസ്റ്റ് കണക്ഷനിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ റിലേയിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷനുകൾ ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്കുള്ള ഇപ്പൊ ഈ ആംബിൽ നിന്നുള്ള ഇൻപുട്ടും പിന്നെ അതുപോലെ TV എന്ന് പറഞ്ഞ ഇൻപുട്ടും ആംബിലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ഷനും സറൗണ്ട് ബോർഡിന്റെ കണക്ഷനാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ വയർ കൂടി നമ്മൾ ഇവിടെ സോൾഡർ ചെയ്യാണ്, നമ്മളെ സബിന്റെ വയർ. അപ്പോൾ ആ വയർ കൂടി നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വയർ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പകുതി കണ്ടിട്ട് ആരും കമന്റ് ഇടരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. റിലേയിലേക്കുള്ള നെഗറ്റീവ് വയർ ഈ കാണുന്നതാണ്. 1 2 3 കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ സ്വിച്ചിൽ നിന്ന് വന്നിട്ടുള്ള സ്വിച്ചിലേക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള നെഗറ്റീവ് വയർ നേരെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ കണക്ഷൻ നെഗറ്റീവ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിന്ന് പ്ലസിനുള്ള വയറുകൾ 3 വയർ നമ്മൾ ഇതേപോലെ തന്നെ പാരലൽ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ കണക്ഷൻ കൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന നെഗറ്റീവ് വയർ നമ്മൾ ഇതിലേക്കാണ് കൊടുക്കുന്നത്, ഇതിന്റെ സെൻട്രൽ കണക്ഷനിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സെൻട്രലിലേക്കല്ല, എവിടേക്ക് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് അതിൽ കൊടുക്കാനാണ് തോന്നിയത്. അപ്പോൾ അതിൽ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ കണക്ഷൻ കൊടുത്തു. അപ്പോൾ നെഗറ്റീവ് കണക്ഷനായി സപ്ലൈ ഉണ്ട് റിലേയിലേക്കുള്ളത്. ഇനി പോസിറ്റീവ് ഈ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മളിപ്പോൾ ഈ കൊടുത്ത പോലെ തന്നെ ലൂപ്പ് ചെയ്തിട്ട് പാരലൽ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇതേപോലത്തെ ബ്ലൂ വയറാണ് എടുത്തിട്ടുള്ളത് പോസിറ്റീവ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോസിറ്റീവ് നമ്മൾ അത് തന്നെ അതേപോലെ തന്നെ പാരലൽ ചെയ്ത് ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണക്ഷൻ നേരെ എടുത്തിട്ട് ഈ സ്വിച്ചിന്റെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5.1ന്റെ കണക്ഷൻ കറക്റ്റായി. ഇനി സറൗണ്ട് നമ്മളിപ്പോൾ ഇതിലുള്ള സറൗണ്ട് DVD
അല്ല USB സറൗണ്ട് ബോർഡിന്റെ കണക്ഷനാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ സ്വിച്ചിലേക്ക് ഈ കണക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് കണക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റായി. അപ്പോൾ നമ്മൾ ആ കണക്ഷനും കൊടുത്തിട്ടുണ്ട് സ്വിച്ചിലേക്ക്. ഇതാണ് കൊടുത്തിട്ടുള്ള കണക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലും കണക്ഷൻ കൊടുക്കാനുണ്ട്. ഇതിൽ 3 കണക്ഷൻ വരും, ഇതിലേക്ക് ഒരു കണക്ഷനേ വരുള്ളൂ. അപ്പോൾ അതും കൂടി കൊടുക്കാം, നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ USB എന്ന് വന്നിട്ടുള്ള എർത്തും നമ്മൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഗ്രൗണ്ടും 2 ഗ്രൗണ്ടും കൂടിയിട്ട് നമ്മൾ ഒന്നാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന മഞ്ഞ വയർ നമ്മൾ നേരത്തെ പറഞ്ഞത്, വയറുകളൊക്കെ കാട് പിടിച്ച പോലെയാണ് കിടക്കണത്. അതാണ് നമ്മൾ ആദ്യം മുതൽ കാണാൻ പറഞ്ഞത്. ഓരോരോ വയറുകളും കറക്റ്റായിട്ട് കൊടുക്കുന്നത് മനസ്സിലായാലാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പകുതി കണ്ടിട്ട് പറയും ഇതൊന്നും മനസ്സിലായില്ല, ഇത് ആകെ എങ്ങനെയാണ് കിടക്കണമെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അത് കാരണമാണ് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ പറഞ്ഞത്. അപ്പോൾ ആ വയർ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സറൗണ്ട് ബോർഡിലേക്കുള്ള സപ്ലൈ, അതിൽ നിന്നുള്ള ഔട്ട്പുട്ടും നമുക്ക് എടുക്കാം. അപ്പോൾ സറൗണ്ട് ബോർഡിന്റെ സപ്ലൈ കാണുന്നതാണ്. ഇത് പോസിറ്റീവ്, ഇത് 0, മഞ്ഞ നെഗറ്റീവ്, അങ്ങനെയാണ് നമ്മൾ അതിന് വയർ എടുത്തിട്ടുള്ള ബോർഡിൽ നിന്ന്. അപ്പോൾ ആ വയർ നമ്മൾ നേരെ നമ്മളെ സറൗണ്ട് ബോർഡിലേക്കാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ സറൗണ്ട് ബോർഡിന്റെ ബാക്കിൽ ഇതേപോലെ കറക്റ്റ് നെഗറ്റീവ്, ഗ്രൗണ്ട്, അതേപോലെ പോസിറ്റീവ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് നോക്കി കൊടുക്കുക. പിന്നെ ഇതാ സെൻറ്റർ ഔട്ട്, പിന്നെ അതേപോലെ ഇൻപുട്ട് ഇതായി കാണുന്നതാണ്. അതുപോലെ സറൗണ്ടിന്റെ ഔട്ട്പുട്ട് കാണുന്നത് ഇതാണ്. സെൻറ്റർ ഔട്ട്പുട്ട് ഈ സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ കണക്ഷനുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ബോർഡിന് ഇത് കാണിച്ച പോലെ തന്നെ നെഗറ്റീവ്, അതുപോലെ ഗ്രൗണ്ട്, പോസിറ്റീവ്, ഈ കാണുന്നതാണ് 3 കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി കാണുന്നത് ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് USB ബോർഡിൽ നിന്ന് പറഞ്ഞ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ ഇതിലേക്ക് കൊടുക്കണം ഡയറക്റ്റ്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ റിലേയിലേക്ക് വരുന്ന ഭാഗത്തുനിന്നോ അല്ലാച്ചെങ്കിൽ നമുക്ക് ഈ സ്വിച്ചിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം കണക്ഷൻ. ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ ബോർഡ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് ഇൻപുട്ട് എഴുതിയിട്ടുള്ളവിടെ തന്നെ ഇൻപുട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൈറ്റ് കൊടുത്തു, പിന്നെ ഗ്രൗണ്ട് വയർ ലാസ്റ്റത്താണ് ലെഫ്റ്റ് വരുന്നത്. ഇൻപുട്ടാണ്, ഈ ബോർഡിന്റെ ഇൻപുട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളത് ഇൻപുട്ട് നമുക്ക് നേരെ USB ഔട്ട്പുട്ടിലേക്കാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ സ്വിച്ചിന്റെ മീതിക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് USB. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നേരെ അതിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇൻപുട്ട് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് കണക്ഷൻ നമ്മൾ ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ കണക്ഷൻ നേരെ നമ്മൾ സ്വിച്ചിന്റെ ഇതിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ USB ഔട്ട്പുട്ട് വന്നതിലേക്ക് ഈ സറൗണ്ട് ബോർഡിന്റെ ഇൻപുട്ട് കൊടുത്തു. അതിന്റെ ഗ്രൗണ്ട് വയർ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഗ്രൗണ്ട് വയർ നമുക്കിവിടെ ബാക്കി കുറെ ഗ്രൗണ്ട് വയർ ഉണ്ട്, അതിലേക്ക് കൂടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒറ്റ സിംഗിൾ ബോർഡായ കാരണം നമുക്ക് വേറെ അങ്ങോട്ടും എർത്തിങ് കൊടുക്കണം, ഗ്രൗണ്ട് വയർ കൊടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നോക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ കണക്ഷൻ ഇത്ര നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിലേയിൽ നിന്നുള്ള കണക്ഷനാണ് നമുക്ക് ഈ സ്വിച്ചിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് എടുത്ത് കൊടുക്കാം. റിലേയിലത്തെ കണക്ഷനുകൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. കണക്ഷനുകൾ ഇതേപോലെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിതപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് സറൗണ്ട് ബോർഡിലേക്കുള്ള ഇൻപുട്ടാണ് ഈ കാണുന്നത്. പിന്നെ സറൗണ്ട് ബോർഡിലേക്കുള്ള സപ്ലൈ നമ്മൾ കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള സെൻറ്റർ ഔട്ടും സറൗണ്ട് ഔട്ടും എടുത്തിട്ട് നമുക്ക് ഇനി ഈ റിലേയിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിന്റെ നമ്മൾ ഏതിലാണ് നമ്മൾ സെൻറ്റർ കണക്ഷൻ വരുന്നത്, ഇതിലാണ് ഈ റിലേയുടെ ഈ പിന്നിലാണ്, ഈ കാണുന്ന പിന്നിലാണ് നമ്മളെ ഇത് വരുന്നത്, സെൻറ്റർ കണക്ഷൻ വരുന്നത്. ഈ കാണുന്ന പിന്നിലാണ് സെൻറ്റർ കണക്ഷൻ വരുന്നത്. ബാക്കി കണക്ഷനുകളൊക്കെ ഫില്ലായി. പിന്നെ വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സറൗണ്ടിന്റെ കണക്ഷൻ ആണ് രണ്ടാമത്തെ റിലേയുടെ. ഈ 2 കാലും ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് USB സ്വിച്ചിങ് വഴി വരാനുള്ള 2 കണക്ഷൻ ഈ കാണുന്നതാണ്. ഈ 2 കണക്ഷൻ അത് നമ്മൾ ഈ സ്വിച്ചിൽ നിന്നാണ് സ്വിച്ചിങ് വഴി വരിക. അതിപ്പോൾ ഈ സെൻറ്റർ കണക്ഷൻ എന്നാണ് വരിക. TVയുടെയും അതേപോലെ USB കണക്ഷൻ ഈ 2 സ്വിച്ചിൽ നിന്ന് മാറിയിട്ടാണ് ഈ റിലേയുടെ ഇതിലേക്ക് വരിക. പിന്നെ ഈ സ്വിച്ച് അമർത്തുമ്പോഴാണ് നമ്മൾ ഈ റിലേ സ്വിച്ചിങ് ചെയ്തിട്ട് ബാക്കി ഈ വയറുകളിലേക്ക് കണക്ഷൻ പോവുക. ആമ്പിന്റെ ഇൻപുട്ട് നേരെ ഇതിലേക്ക് പോണത്. അപ്പം അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള വയറിങ് കൂടി കൊടുക്കാം. അപ്പം അതിലുള്ള സെയിം കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സെൻറ്ററിനെ നമ്മളിത് ഈ കോഫി കളർ, പിന്നെ അതുപോലെ സറൗണ്ടിന് ഈ കണക്ഷൻ. അപ്പോൾ ആ വയറാണ് നമ്മൾ ഇനി റിലേയിലേക്ക് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നേരെ നമ്മൾ സറൗണ്ട് ബോർഡിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണക്ഷൻ, സെൻറ്ററിന്റെ കണക്ഷൻ നമ്മൾ ഈ റിലേയിലേക്ക് കൊടുത്തു. സറൗണ്ടിന്റെ കണക്ഷൻ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഇതിലേക്ക് കൊടുത്തു. ഇനി ഒറ്റ കണക്ഷൻ കൂടി നമുക്ക് കൊടുക്കാനുള്ളൂ. ആ USB സ്വിച്ചിങ് വഴിയുള്ള നമ്മളെ ഈ സ്വിച്ച് വെച്ചിട്ട് 3-way സ്വിച്ച്, ഈ സ്വിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ പ്രസിംഗ് സ്വിച്ച് വെച്ചിട്ടുള്ളത്
നമ്മൾ ഇതിൽ നിന്നുള്ള കണക്ഷനാണ് പിന്നെ ഇനി ഇതിലേക്ക് വരാൻ പോണത്. ലാസ്റ്റ് റിലേയിലേക്ക് നമ്മൾ ഈ ലാസ്റ്റ് പിന്നിലേക്ക്. അപ്പോൾ നമ്മളെ വയറിങ് ഒരുവിധം കഴിയാറായി. അപ്പോൾ അത്രയാണ് നമ്മളെ കാര്യങ്ങൾ. മൊത്തം ഏകദേശം സെറ്റ് ആവാറായുണ്ട് കാര്യങ്ങൾ. പിന്നെ അതൊക്കെ ഒന്ന് വയർ ഒതുക്കി സെറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. അപ്പോൾ അത്രയും കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വയറുകൾ നമ്മൾ നേരെ ഈ സറൗണ്ട് ബോർഡിലേക്കാണ് കൊടുക്കേണ്ടത്. അതായത് സെൻറ്റർ ഈ കാണുന്നത്. പിന്നെ അതേപോലെ ഇതാണ് സറൗണ്ടിന്റെ ഔട്ട്പുട്ട്. ആ കണക്ഷൻ ആ 2 വയർ ഇതിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. എല്ലാറ്റിനും നമ്മൾ എർത്ത് വലിക്കേണ്ട കാര്യമില്ല. സിംഗിൾ ബോർഡ് ആയ കാരണം നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ബോർഡ് ആയ കാരണം എല്ലാറ്റിനും നെഗറ്റീവ് ഗ്രൗണ്ട് വയർ വലിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തെങ്കിലും അമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കൊടുക്കാവുന്നുള്ളൂ നമുക്ക്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെയുള്ള കണക്ഷനുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സറൗണ്ടിന്റെ കണക്ഷൻ, സെൻട്രൽ ഔട്ട്പുട്ട്, അത് നമ്മൾ ആ കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് കണക്ഷൻ ഇതാ ഈ 3 കണക്ഷനോട് കൊടുത്തിട്ട് നമുക്ക് ഇനി ആമ്പ് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നത്. അപ്പൊ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് അറിയണ്ടേ, കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ കാണുന്ന ലാസ്റ്റ് ഈ 2 പിന്നാണ്. ബാക്കിയുള്ള റിലേയുടെ എല്ലാ കണക്ഷനുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 കണക്ഷനാണ് നമ്മൾ ഇനി നേരെ സ്വിച്ചിലേക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2 കണക്ഷൻ, ഈ ലാസ്റ്റ് റിലേ എന്നുള്ള 2 കണക്ഷൻ നമ്മൾ എടുത്തിട്ട് നേരെ സ്വിച്ചിലേക്കാണ്, സ്വിച്ചിന്റെ ഈ സെന്റർ പിന്നിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ സെന്ററിലുള്ളതാണ് USB എന്ന് പറയുന്ന കണക്ഷൻ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കണക്ഷൻ. അപ്പോൾ ആ വയർ നമ്മൾ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വയർ നേരെ കൊടുത്തിട്ട് നമ്മൾ ഈ സ്വിച്ചിന്റെ സെന്ററിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള നീളമുള്ള വയർ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത്രയും വയർ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇതുവരെ എല്ലാ കണക്ഷനുകളും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വേറെ മോഡലിൽ ഇതേപോലെ ഒരു ആമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ ടൈപ്പിലാണ് നമ്മൾ റിലേ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ശക്തിയുടെ ഫുൾ എല്ലാ ഓപ്ഷനോടും കൂടിയിട്ടുള്ള ഒരു ബോർഡാണ് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ സബ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്, സബ് ഫിൽറ്റർ, ഗെയിം ബോർഡും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സ്വിച്ചിങ് കണക്ഷൻ ചെറിയ വ്യത്യാസമുണ്ട്, ഇതിന്റെയും വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോരോ ബോർഡുകൾ വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും വയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരും ഇപ്പൊ അങ്ങനെ കണക്ഷൻ കൊടുക്കണവരൊന്നും ഇല്ല. എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും, 5 ചാനൽ വർക്ക് ചെയ്യുന്നല്ലാണ്ട് സറൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയറുകൾ നമ്മൾ റിമോട്ട് കിറ്റ് വെച്ചിട്ട് ചെയ്യുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഡീകോഡർ വെച്ച് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത നമ്മൾ നോർമലായിട്ട് മേടിക്കുന്ന ആംപ്ലിഫയറുകളിലൊന്നും സറൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയൊരു റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു ആമ്പ് ഇപ്പോൾ ഒരെണ്ണം പണി കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ വരും. അപ്പൊ അത് അസംബിൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല, ലേശം തിരക്കായ കാരണം ആ ആമ്പ് അസംബിൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ പോവുക. അപ്പൊ പറഞ്ഞ പോലെ നമ്മളിത് ആ സെൻട്രൽ കണക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കാണുന്ന ലാസ്റ്റ് പിന്നെ എന്നുള്ള കണക്ഷൻ എടുത്തിട്ട് നമ്മൾ നേരെ ഈ ലാസ്റ്റ് ഇതിന്റെ നമ്മളെ ടിവിയുടെ കണക്ഷന്റെ ഈ സെന്റർ പിന്നിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്വിച്ച് അമർത്തുമ്പോൾ 5.1 ഇതിലേക്ക് കണക്ഷനായി. രണ്ടാമത്തെ അമർത്തുമ്പോൾ നമ്മളെ USB കണക്ഷനായി. മൂന്നാമത്തെ അമർത്തുമ്പോൾ ഈ സ്വിച്ചിലേക്ക് ആവുക, ഈ റിലേയിൽ നിന്ന് വരുന്ന എല്ലാറ്റിനും കൂടിയിട്ടുള്ള ഇൻപുട്ട് ഓൺ ആവുക, ഇതിലേക്ക് ഓൺ ആവുക. അപ്പൊ അത് നേരെ ടിവിയുടെ കണക്ഷൻ നേരെ റിലേ വഴി കയറി പോയി എല്ലാം വർക്കിംഗ് ആവും. അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പലരും പല ഐഡിയയിലാണ് കൊടുക്കുക, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഐഡിയ. എന്റെ ഐഡിയയിൽ ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട്, വേറെ മോഡലും കൊടുക്കാറുണ്ട്. ബോർഡിനനുസരിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാറ്. അപ്പൊ നമ്മൾ ടിവിയുടെ ആ സ്വിച്ചിന്റെ ഈ ലാസ്റ്റ് പിന്നെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ചിന്റെ ഇതിൽ നിന്ന് നമ്മൾ 2 വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നേരെ ഈ കാണുന്ന സെൻട്രലത്തെ നമ്മളെ USB സ്വിച്ചിന്റെ ലാസ്റ്റ് പിന്നിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 2 തലക്കത്തെയും 2 സ്വിച്ചിന്റെയും ഓരോ കാലുകൾ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. 2 കാലുകൾ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ബാക്കിയുള്ള എല്ലാം കറക്റ്റായി എല്ലാ വർക്കിംഗ്. ഇത്രയും പോകുന്ന സ്വിച്ചും ഈ 3 റീലയും ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സറൗണ്ടിങ് ആക്കി എടുക്കാം. ബോർഡും കാര്യങ്ങളും ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. സറൗണ്ടിങ്ങിന്റെ ബോർഡ് വെച്ചില്ലെങ്കിലും നമുക്ക് ബാക്കിയുള്ളത് സറൗണ്ടായിട്ട് USB എന്നൊന്നും സറൗണ്ടായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും സറൗണ്ട് ബോർഡ് വെക്കാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ബാക്കി നമ്മൾ DVD എന്ന് കൊടുക്കുന്ന സാധനം ക്ലിയർ ആയിട്ട് സറൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് ഇപ്പൊ ഇതിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. കണ്ട ഇതേപോലെയാണ് നമ്മളെ കണക്ഷനുകളും കാര്യങ്ങളും സ്വിച്ചിന്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ റിലേന്ന് വന്നിട്ടുള്ള കണക്ഷൻ നമ്മൾ നേരെ സ്വിച്ചിന്റെ സെന്ററിലേക്ക് കൊടുത്തു. അതിന്റെ ലാസ്റ്റ് പിന്നിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ടിവിയുടെ കണക്ഷന്റെ സ്വിച്ചിന്റെ സെന്ററിലേക്ക് കൊടുത്തു. ആ വയറാണ് നേരെ ഇതിന്റെ TV എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോയിട്ടുള്ള RCA സോക്കറ്റിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. അപ്പൊ നമ്മൾ ടെസ്റ്റിങ്ങുള്ള പരിപാടിയിലാണ്. അപ്പൊ നമ്മൾ എല്ലാ എർത്ത് വയറുകളും നമ്മൾ ഒന്നാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ നിന്ന് വന്നിട്ടുള്ള എർത്ത് വയർ നമ്മൾ നേരെ ഇതിലേക്കാണ് കൊടുക്കാൻ പോണത്. അപ്പൊ അതിന് നമ്മളൊരു സ്ലീവ് ഇട്ടിട്ട് സാധനം സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ വയറുകളൊക്കെ ഇനി മനസ്സിലായില്ല എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഈ വയറ് നേരെ ഇതിലേക്കാണ് കൊടുക്കാൻ പോണത് നമ്മള്. അപ്പൊ എല്ലാ എർത്തിങ്ങുകളും കറക്റ്റ് ആയിട്ടുണ്ട് നമ്മളെ. പല രീതിയിൽ എർത്ത് കൊടുക്കാം. നമ്മൾ ഇനിയിപ്പോ അതിന്റെ അമ്മിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇനി മാറ്റി കൊടുക്കണം നോക്കിയിട്ടാണ് നമ്മൾ ഇനി കൊടുക്കുള്ളൂ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എല്ലാ വയറിങ്ങും ഇതിന്റെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വയറുകൾ ഒതുക്കണം. പിന്നെ അതുപോലെ ഈ ബോർഡ് ഉറപ്പിക്കണം. ബോർഡ് നമുക്ക് എവിടെയാണ് ഗ്യാപ്പ്, ഈ ബോർഡ് ഉറപ്പിച്ചതിന്റെ ശേഷം ഫാനൊക്കെ വെച്ചതിന്റെ ശേഷം എവിടെയാണ് ഗ്യാപ്പ്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ കണ്ടവർക്ക് ഈ വീഡിയോ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായിണ്ടാവും. അല്ലാത്തവർക്ക് ആർക്കും മനസ്സിലായിണ്ടാവില്ല. അപ്പൊ അത് കാരണം പകുതി തൊട്ടിട്ടും സ്കിപ്പ് ചെയ്തിട്ടും കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഇനി ആ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇനി ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോ നമ്മളെ വയറിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. വയറിങ് ഇപ്പൊ കാട് പിടിച്ച പോലെയാണ് കിടക്കണത്. നമുക്ക് ഇനി അതൊക്കെ ഒന്ന് വയർ ടൈ അടിച്ച് ക്ലിയർ ആക്കണം. എർത്തുകൾ കംപ്ലീറ്റ് നമ്മൾ ഒന്നാക്കിയിട്ടുണ്ട്, എല്ലാ എർത്ത് വയറുകളും. പിന്നെ സ്വിച്ചിലേക്കുള്ള കണക്ഷനുകളൊക്കെ അതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ നമ്മളെ ടിവിയുടെ കണക്ഷനാണ്. അത് ഇതിലാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. ഈ രണ്ട് പിന്നാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് സബ് സെന്റർ, അപ്പൊ അതിന്റെ ഒക്കെ എല്ലാ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ USB കണക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ USB ബട്ടൺ അമർത്താണ്. ഇതാണ് USB ബട്ടൺ, സെന്ററിലാണ് USB ബട്ടൺ തന്നെ. അപ്പൊ അത് നമ്മൾ അമർത്തിയിട്ടുണ്ട്. വോളിയൊക്കെ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഫസ്റ്റ് വോളിയം നമുക്ക് കൂട്ടാം. പിന്നെ അതുപോലെ നമ്മൾ പോസ് അടിച്ച് വെച്ച് കൊടുക്കുകയാണ് പാട്ട്. നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോത്തെ മ്യൂസിക്കാണ്. ലെഫ്റ്റ് റൈറ്റ് ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സറൗണ്ട് ആണ്, സറൗണ്ടിന്റെ സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കുറച്ചു. സറൗണ്ടിന്റെ ബോക്സ് ഇരിക്കുന്നത് അതിലാണ് ഇരിക്കുന്നത്. സറൗണ്ടിന്റെ ബോക്സ് നമ്മളെ മൈക്കയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും പറയാൻ പറ്റില്ല നമുക്ക്. സെന്റർ സ്പീക്കർ ഇരിക്കുന്നത് ഇവിടെയാണ്, ഇതാണ് ഇരിക്കണത്. സബ് നമുക്ക് സ്വിച്ച് അമർത്തി നോക്കി കേട്ടോ. ഇത് നമ്മളെ DVD കണക്ഷനാണ്. അപ്പൊ നമുക്ക് ഇതിലിങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സൗണ്ടുകൾ അറിയാം. അതാണ് ഓരോരോ കണക്ഷനുകളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ലെഫ്റ്റ് റൈറ്റ് അല്ല സറൗണ്ട് സബ് സെന്റർ അങ്ങനെ എല്ലാ കണക്ഷനും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് നമ്മള്. ഇനി ബാക്കി ഇതിന്റെ സ്റ്റിക്കർ കുറച്ച് കളയാ, അതിന്റെ ബാക്കിയുള്ള വയറിങ്ങൾ ഒതുക്കുക, കണക്ഷൻ ബോർഡുകൾ ഉറപ്പിക്കുക, അത്രയും പരിപാടികളാണ്. അപ്പൊ ഫിനിഷിംഗ് വർക്ക് ആയിട്ടുണ്ട് നമ്മുടെ ആംപ്ലിഫയർ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം, സെറ്റ് ആക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ നമ്മളെ കംപ്ലീറ്റ് ഇടപാടുകൾ കഴിഞ്ഞ് നമുക്ക് ഇനി സ്റ്റിക്കർ വരയ്ക്കാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ പരമാവധി നമ്മളുള്ള പോലത്തെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച ദിവസമായ കാരണം നമുക്ക് വേറെ ഗെയിമുകളൊന്നും ഇല്ല. അത് കാരണം സാധനം ഇത് പറിച്ച് കളയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. കംപ്ലീറ്റ് പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം അതിന്റെ ഫിനിഷിങ് എങ്ങനെയാന്നുള്ളത്. ഇതാണ് നമ്മളെ ആംപ്ലിഫയറിന്റെ ലാസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ട്, ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഫിനിഷിങ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. ഇനി നമുക്ക് ഈ ക്യാബിന്റെ മൂടി ഇടുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ബ്ലൂ LED ഗ്രീൻ LED 2 കൺട്രോളിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പരമാവധി ഇപ്പൊ ഇത് ക്യാബിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ സാധനം സെറ്റ് ആക്കിയിട്ട് അവസാനിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കി നോക്കാം. അത് നമ്മള് മ്യൂട്ട് അടിച്ച് അല്ല പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ്.
അതുപോലെ സബ് ഇപ്പൊ സറൗണ്ടിന്റെ സ്പീക്കറാണ് വർക്ക് ചെയ്യുന്നത്. സെന്റർ, സറൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്, സബ്, കാര്യങ്ങൾ കറക്റ്റ് വർക്കിംഗ് ആണ്. നല്ല സ്വിച്ചിന്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ടിവിയുടെ സ്വിച്ച് നോക്കാം. അപ്പൊ ടിവിയുടെ സ്വിച്ച് ഓൺ ആക്കി ഇതാണ് അതിന്റെ നമ്മളിൽ കൊടുക്കാൻ ഇതില്ലാത്ത കാരണമാണ്. എല്ലാ ചാനലും വർക്കിംഗ് ആണ് കറക്റ്റ് ആയിട്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എത്രത്തോളം ക്ലിയർ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോ നമുക്ക് 5.1 അമർത്താം, DVD കണക്ഷൻ. അപ്പൊ അത് സെപ്പറേറ്റ് ആണ്. ഓരോന്നിലേക്കുള്ള കണക്ഷനുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. അപ്പൊ അത് നമുക്ക് നോക്കാം. ലെഫ്റ്റ് ആണ് സൗണ്ട് എത്രത്തോളം കേൾക്കാണ്ടെന്ന് നമുക്കറിയില്ല. ലെഫ്റ്റ്, റൈറ്റ് ഈ സൈഡ്, അതുപോലെ സെന്റർ മീതിയാണ് ഇരിക്കുന്നത്, നമ്മൾ നേരത്തെ കാണിച്ച പോലെ. സബ് സെപ്പറേറ്റ്, അതുപോലെ സറൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്ര ഉള്ളൂ. അതേപോലെ വയർ ചെയ്ത് നമുക്ക് എടുക്കാവുന്ന ഏതൊരു ആംപ്ലിഫയറും സറൗണ്ട് ആയിട്ട് എടുക്കാം. അപ്പോ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഓക്കെ.